പോക്കിമോൺ എക്സിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ആംബർ ടൗണിലാണ് എത്തിയിരിക്കുന്നത്. ഓക്കെ, സോ കഴിഞ്ഞ മുമ്പത്തെ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, പിന്നെ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ചെക്കൗട്ട് ചെയ്യുക. സോ ഈ ഒരു എപ്പിസോഡിൽ നമ്മളോട് ഫോസിൽ ലാബിലോട്ട് പോയിട്ട് ചെക്കൗട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പോയതിനു ശേഷം നമുക്ക് അവിടെ മെഗാലിഷനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ നമ്മളോട് ആക്ച്വലി സരീന പറഞ്ഞത് നമുക്ക് സില്ലേജ് സിറ്റിയിലോട്ട് പോകണമെങ്കിൽ ഇവിടെ ഒരു അക്വേറിയം ഉണ്ട്. അല്ലേ, പോക്കിമോൺ സെന്ററിൻ്റെ അവിടെ ഒരു അക്വേറിയം ഉണ്ട്. ഈ ഒരു അക്വേറിയത്തിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് സില്ലേജ് സിറ്റിയിൽ എത്താൻ പറ്റും, അതായത് അടുത്ത സിറ്റി. ഓക്കെ, ഇവിടെ ജിമ്മൊന്നും ഇല്ല, ആംബർ ടൗണിലെ മറ്റേ പോക്കിമോൺ ജിമ്മൊന്നും ഇല്ല. ഓക്കെ, സോ സില്ലേജ് സിറ്റിയിലായിരിക്കും അടുത്ത ജിം. ഓക്കെ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് എന്തായാലും ഫോസിൽ ലാബിലോട്ട് പോകാം. ഇതാണ് ഫോസിൽ ലാബ്. നമ്മൾ ഈ വാർത്തകളിലൊക്കെ കേട്ടിട്ടില്ലേ, ഈ ഡിനോസറിനും പിന്നെ അതായത് പണ്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന DKs മുന്നേ ജീവിച്ചിരുന്ന 1000 വർഷങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ 350 വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ജീവികളുടെയും അതേപോലെ അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ മണ്ണിനടിയിൽ ഇങ്ങനെ കുഞ്ഞു കിടന്നിട്ട് അതിൻ്റെ സ്കള്ള്, ബോൺ, പിന്നെ എല്ലുകൾ, DNA ഭാഗങ്ങൾ, പിന്നെ മുടി, ഇങ്ങനെ കുറേ പാർട്സ്, ഇതൊക്കെ മണ്ണിനടിയിൽ ചേർന്ന് കിടന്ന് ഫോം ആകുന്ന ഒരു അവശിഷ്ട ഭാഗങ്ങളാണ് ഫോസിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ പിന്നെന്താണ് അപ്പോൾ സോ പോക്കിമോണിൻ്റെ ഫോസിൽ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം പോക്കിമോൺ ഇത് അതായത് കാലങ്ങൾക്ക് മുന്നേ ഉണ്ടാകുന്ന പോക്കിമോണിൻ്റെ അവശിഷ്ടങ്ങളും പോക്കിമോണിനും ഫോസിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മറ്റേ പുരാതനമായിട്ടുള്ള പണ്ടത്തെ കാലത്തുള്ള ജീവിച്ചിരുന്ന അനിമൽസ്, നമുക്ക് ഡിനോസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ പോക്കിമോണിനും കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന പോക്കിമോൺസിൻ്റെ അവശിഷ്ടങ്ങൾ, ബോൺസ്, അതിൻ്റെയൊക്കെ റിമൈനിങ് തിങ്സ് ആണ് ഫോസിലായിട്ട് മാറുന്നത്. മണ്ണിനടിയിൽ സ്റ്റോർ ആയിട്ട് ഫോം ആവുന്ന ഒരു ഇതാണ് ഫോസിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഫോസിൽ ലാബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പോക്കിമോണിൻ്റെ ഫോസിൽസ് അത് വെച്ചിട്ട് പോക്കിമോണിനെ തിരിച്ചു കൊണ്ടുവരും. ഓക്കെ, അതാണ് റീസ്റ്റോർ ഫോസിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവരുടെ ഈ ഫോസിൽസ് ഏതെങ്കിലും ഒരു പോക്കിമോണിൻ്റെ പഴയ ഒരു ഫോസിൽ ഇവരുടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോസിലിനെ പോക്കിമോണായിട്ട് മാറ്റാനുള്ള വിദ്യയൊക്കെ ഇവരുടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവരുടെ പോക്കിമോണിൻ്റെ ഫോസിലായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. സോ എന്താണ് നമുക്ക് അകത്തോട്ട് പോയി നോക്കാം. ഇവിടെ ആരില്ലേ? അവിടെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ, നമുക്ക് എന്തായാലും പോയി സംസാരിച്ച് നോക്കാം. ഓക്കെ, സെരീന. ഓക്കെ, ആർക്കിയോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഈ പ്രൊഫഷൻ, അതായത് ഇവരുടെ ഈ പ്രൊഫഷനെ വിളിക്കുന്ന പേരാണ് ആർക്കിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാരുടെ അവരുടെ ഒരു പ്രൊഫഷനെയാണ് പറയുന്നത്. ഓക്കെ, കണ്ടില്ലേ, പ്രീ ഹിസ്റ്റോറിക് പോക്കിമോൺ. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു തന്നെയാണ്, വളരെ കാലങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന പോക്കിമോൺസിൻ്റെ അവശിഷ്ടങ്ങളാണ് ഫോസിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഫോസിൽ നമുക്ക് ഇവരുടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരത് പോക്കിമോണായിട്ട് മാറ്റിത്തരുമെന്ന് ഞാൻ പറഞ്ഞു.
പിന്നെ അതുമാത്രമല്ല, ഈ ഫോസിലിൽ നിന്ന് ഇവർ റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്ന തോന്നില്ലേ, അതായത് ഇവരുടെ ഈ ഫോസിൽ കൊടുത്തതിന് ഇവർ പോക്കിമോണായിട്ട് തിരിച്ച് റീസ്റ്റോർ ചെയ്യും. അങ്ങനെ റീസ്റ്റോർ ചെയ്ത പോക്കിമോനും മെഗാ എവല്യൂഷനും തമ്മിൽ എന്തോ ഒരു ലിങ്ക് ഉണ്ട്, എന്തോ ഒരു ബന്ധം ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മളോട് ഗ്ലിറ്ററിങ് കേവിൽ അതെവിടെയാണെന്ന് അറിയില്ല. ഓക്കെ, അങ്ങോട്ടാണ് പോകാൻ പറഞ്ഞത്. ഓക്കെ, സോ മെയിനായിട്ട് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഫോസിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സോ അതായത് പ്രീ ഹിസ്റ്റോറിക് പോക്കിമോൺ, അതായത് കുറേ കാലങ്ങൾക്ക് മുന്നേ ജയിച്ചിരുന്ന പോക്കിമോൻ്റെ അവശിഷ്ടങ്ങളാണ് ഫോസിൽസ് എന്ന് പറയുന്നത്. സോ ഇവർ ഈ ഫോസിലായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ ഫോസിൽസ് നമ്മൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഇവരിത് പോക്കിമോണായിട്ട് റീസ്റ്റോർ ചെയ്ത് തരും. അതായത് ഈ ഫോസിലിനെ തിരിച്ച് പോക്കിമോണായിട്ട് മാറ്റാനുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചാണ് എല്ലാം ഇവർ പഠിക്കുന്നത്. പിന്നെ അങ്ങനെ റീസ്റ്റോർ ചെയ്ത് എടുത്തിട്ടുള്ള പോക്കിമോണിനും മെഗാ എവല്യൂഷനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഗ്ലിറ്ററിങ് കേവിൽ ഇവരുടെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ ആ ഒരു അസിസ്റ്റൻറ്റിനെ പോയിട്ട് നമ്മൾ കണ്ടുമുട്ടണം. ഓക്കെ, ആൻഡ് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, നമ്മളേലും ഒരു മെഗാ എവല്യൂഷൻ സ്റ്റോൺ ഉണ്ട്, ബ്ലാസ്റ്റോയ്സിനായിട്ട്. ഈ ബ്ലാസ്റ്റോയ്സിൻ്റെ മെഗാ എവല്യൂഷൻ സ്റ്റോണാണ്. ഓക്കെ, പക്ഷേ നമുക്ക് മെഗാ എവല്യൂഷൻ ബാക്കിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു ഡിവൈസ് വേണം, കീ സ്റ്റോൺ അല്ലല്ലോ, വേറെ എന്തോ ഒരു സാധനം വേണം, ബ്രേസ്ലെറ്റ് അങ്ങനെ എന്തോ ഒരു സാധനം വേണം. അതില്ലാതെ നമുക്ക് ഈ സ്റ്റോൺ മാത്രം കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഇതെന്തായാലും ഒരു പുതിയ അനുഭവമാണ് കേട്ടോ. അതായത് നമ്മൾ ഇതുവരെ ഞാൻ കുറേ പോക്കോൺ ഗെയിംസ് കളിച്ചത്, പക്ഷേ എന്നാലും ഈ ഒരു റൈഹോണിൻ്റെ പുറത്ത് സവാരി പോകുന്നത് എന്തായാലും ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. ഓക്കെ, പ്രത്യേകിച്ച് അനിമയിൽ മാത്രമേ ഇങ്ങനെ കാണിക്കുള്ളൂ, പോക്കോണിൻ്റെ പുറത്ത് കയറി പോകുന്നത് പോലെ. ആദ്യമായിട്ട് ഒരു ഗെയിമിൽ ഇങ്ങനെ. സോ നൈസ്, കൊള്ളാം. ഇടയ്ക്ക് ഈ വൈൽഡ് പോക്കോണൊക്കെ വരുന്നത് ഞാൻ സ്കിപ്പ് ചെയ്യാം കേട്ടോ, എനിക്ക് വെറുതെ സമയം പറയണ്ട. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ സ്ഥലം എത്തി. ഇവിടെയാണെന്നാണ് തോന്നുന്നത് എനിക്ക്. ഓക്കെ, ഇടയ്ക്ക് ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്തു, കാരണം കുറേ വൈൽഡ് പോക്കോൺ ബാറ്റിൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് കാര്യമായിട്ടൊന്നും ഇല്ല. പിന്നെ പാർസൽ ഹീല്, പാരലൈസ് ഹീലും പിന്നെ കുറേ ഐറ്റംസ് കിട്ടി, വേറൊന്നുമില്ല. ഓക്കെ, സോ ഇത് തന്നെയാണ് സ്ഥലം തോന്നുന്നു, ഗ്ലിറ്ററിങ് കേവ്. ഓക്കെ, സോ ഇവിടെയാണ് അവർ പറഞ്ഞ ആ ഒരു അസിസ്റ്റൻ്റ് ഉള്ളത്. സോ അസിസ്റ്റൻറ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്, ഫോസിസിനെ കുറിച്ച്. ഓക്കെ, നമുക്ക് ഹാർട്ട് സ്റ്റോൺ കിട്ടി. ഇതെന്താ സംഭവം എന്നറിയില്ല, എന്തായാലും എടുത്തിട്ടുണ്ട്. ആക്ച്വലി എവിടെയാണ് അസിസ്റ്റൻ്റ്, എവിടെയാണ്? ഓക്കെ, സോ ആ ഒരു ഇതുവഴിയല്ലേ വന്നത് നമ്മൾ, അതുവഴിയാണോ പോകേണ്ടത്? ലെഫ്റ്റിലോട്ടാണോ? ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. ഓക്കെ, കുറേ നേരം നമ്മളിങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാതെ ഒരാളെയും ഞാൻ ഇതുവരെ കണ്ടില്ല. ഓക്കെ, നമുക്ക് TM65 ഷാഡോ ക്ലോ കിട്ടി, നല്ലൊരു മൂവാണ്. ഓക്കെ, ഐ തിങ്ക് നമ്മുടെ വാൾ ട്രാക്കിനെ പഠിപ്പിക്കാമെന്നാണ് തോന്നുന്നത്, കാരണം ഇത് ഗോസ്റ്റ് ടൈപ്പ് മൂവ് അല്ലേ, സൂപ്പർ എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒരു ഓപ്പണിംഗ് പോലെ ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും പോക്കിമോണിനെ സ്വിച്ച് ചെയ്യാം.
ലൂഷ്യസിനെ കുറച്ച് ട്രെയിൻ ചെയ്യണം. നമ്മളെ സ്ക്വയർക്ക് ആരാണിത്? What is this? Okay. ടീം ഫ്ലെയർ. ഓക്കെ, ടീം വർക്ക് പോലെയാണെന്ന് തോന്നുന്നു എനിക്ക്. ഓക്കെ, നമ്മളെ അങ്ങോട്ട് കടത്തി വിടില്ലേ? ഞാൻ തെറ്റായിട്ടാണ് ആൻസർ കൊടുത്തത്. ഓക്കെ, നമുക്ക് നോ കൊടുത്ത് നോക്കാം. ഇതിന്റെ ബാറ്റിൽ ചെയ്താൽ നമുക്ക് പോകാൻ പറ്റില്ല. ഹോണ്ടോ. ഓക്കെ, അതായത് നമുക്ക് ഈ അവൻ ചോദിച്ച ചോദ്യത്തിന് എന്താണ് അവന് ബാറ്റിൽ ചെയ്യാൻ അറിയില്ല എന്നാണ് ചോദിച്ചത്. നമ്മള് യെസ് കൊടുത്താൽ നമ്മൾ അവന് കടത്തി വിടില്ല. ഓക്കെ, അതാണ് ഞാൻ ആദ്യം യെസ് കൊടുത്തത് അറിയാതെ. ഓക്കെ, നമുക്ക് എന്തായാലും നമുക്കാണ് അഡ്വാൻറ്റേജ് ഇവിടെ. ഓക്കെ, ഇപ്പോൾ വാട്ടർ യൂസ് ചെയ്യാം. വൺ ഹിറ്റ് നോക്കത്താവുന്നാണ് ഞാൻ പ്രതീക്ഷിച്ചേ. സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ബൈറ്റ് യൂസ് ചെയ്ത് നോക്കാം. ബൈറ്റ് എഫക്റ്റീവ് ഇല്ല, കാരണം അത് ഡാർക്ക് ടൈപ്പാണ്. ഡാർക്ക് ടൈപ്പ് ആൻഡ് ഫയർ ടൈപ്പാണ്. കൊണ്ടോ അതില്ലേ, നോട്ട് വെരി എഫക്റ്റീവ് ആണ്. പക്ഷെ അത് മതി. നമ്മള് PP കുറയ്ക്കണ്ടല്ലോ. അതായത് മൂസില്ലേ, മൂസിന്റെ PP വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. സൂ ബാറ്റ്. ഓക്കെ, നമുക്ക് വാട്ടർ ഗൺ യൂസ് ചെയ്യാം. നമ്മുടെ ഒരു ഇലക്ട്രിക് ടൈപ്പ് പോക്കിമോൺ അല്ലെങ്കിൽ എന്താണ് ഫ്ലൈ ടൈപ്പിന് അഗെയിൻസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോക്കിമോൺ വേണം. നമ്മുടെ ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പം നമ്മളെ ആക്ച്വലി നമ്മുടെ ഫെനക്കിനുണ്ട്, പിന്നെ സ്ക്വയർട്ടിലുണ്ട്, ഹോണേജ് കോസ്റ്റ് ടൈപ്പ് ആൻഡ് സ്റ്റീൽ ടൈപ്പ് ഉണ്ട്. പിന്നെ ഇതാ 3 പോക്കിമോണേ ഉള്ളൂ. പിന്നെ ബിബാവലി ഞാൻ പറഞ്ഞില്ലേ, HMs പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം പഠിച്ചതാണ്. ഓക്കെ, സോ നോക്കണം. എന്തെങ്കിലും നല്ല പോക്കിമോൺ കിട്ടുവാണെങ്കിൽ നോക്കാം. അതെനിക്കറിയാം. ടീം വർക്ക് എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രമല്ലല്ലോ, ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് അല്ലേ. ഇതേ പിന്നെയും ബാറ്റിൽ. ഓക്കെ, നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്യാം ബാറ്റിൽ. ഓക്കെ, അങ്ങനെ ഒരു ബാറ്റിൽ കഴിഞ്ഞു. അല്ലേ, വെറുതെ ഇവിടെ വന്നത് അസിസ്റ്റന്റിനും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഫോഴ്സിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കാൻ വേണ്ടിയാണ് വന്നത്. അല്ലാതെ വെറുതെ ബാറ്റിൽ ചെയ്ത് സമയം കളയണ്ട. ഇത് കാണിച്ച് സ്കിപ്പ് ചെയ്തത് അതുകൊണ്ടാണ്. ഓക്കെ, വെറുതെ സമയം കളയണ്ട. ആക്ച്വലി എനിക്ക് റോക്ക് സ്മാഷ് മൂവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു പോക്കിമോൺ സെന്ററിന്റെ അവിടെ ഒരു പയ്യനുണ്ടായിരുന്നു. അവനോട് പോയി സംസാരിച്ചാൽ അവൻ നമുക്ക് റോക്ക് സ്മാഷ് മൂവ് തരും. ഓക്കെ, സോ അത് ഉപയോഗിച്ചിട്ട് അത് ആക്ച്വലി നോക്കാൻ ആവശ്യമുണ്ട്. റോക്ക് സ്മാഷ്. ഓക്കെ, നമുക്ക് എന്തായാലും സേവ് കൊടുക്കാം, എന്നിട്ട് നമുക്ക് പോകാം. പിന്നെ ഈ ഗെയിമിൻ്റെ മറ്റൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ സാധാരണ റോക്ക് സ്മാഷ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അതായത് ഒരു വഴിയിൽ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടാവുമെങ്കിൽ നമുക്ക് ആ ഒരു എന്താണ്
റോക്ക് സ്മാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മറ്റേ പാവൊക്കെ നമുക്ക് പൊട്ടിക്കാൻ പറ്റും. പക്ഷേ സാധാരണ അതിന് മാത്രമല്ല, ഈ ഗെയിമിൽ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ റോക്ക് സ്മാഷ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഐറ്റംസ് കിട്ടും. ഫോർ എക്സാമ്പിൾ റിവൈവ്, പിന്നെ എന്താണ് കൺസ്യൂമർ, മറ്റേ മെഡിസിൻ ഐറ്റംസ് ഇല്ലേ, പോർഷൻസ്, അങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് കിട്ടും. അത് ഈ ഗെയിമിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഓക്കെ, സോ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇതുവരെ എനിക്ക് ഒരു ഐറ്റവും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ വൈൽഡ് പോക്കിമോണും വരും അതിൻ്റെ ഇടയ്ക്ക് റോക്ക് സ്മാഷ് ചെയ്യുമ്പോൾ. അതും മറ്റൊരു പ്രത്യേകതയാണ്. ഇത് മറ്റേ ഇതിൻ്റെ പേര് ഗ്ലബിൽ. ഇത് നമുക്ക് പിടിക്കാം കേട്ടോ, നമുക്ക് പിടിക്കാം. ഇത് നല്ല പോക്കിമോണാണ്. പക്ഷെ ഞാൻ യൂസ് ചെയ്യില്ല, ജസ്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ്. ഓക്കെ, നമ്മുടെ പെർമനൻറ്റ് ടീമായിട്ട് 6 ബുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതല്ലാതെ ആക്ച്വലി എനിക്ക് എന്താണ് അങ്ങനെ ഒരു ശീലമുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള എല്ലാ ബുക്കും ഞാൻ പിടിച്ചിട്ട് ഞാൻ PC സ്റ്റോർ ചെയ്യും. അത് മാത്രമല്ല, പോക്കി ഡ്രസ്സ് നമുക്ക് ഫില്ല് ചെയ്യണ്ടേ, അതൊരു സെക്കൻഡ് റീസണാണ്. ഓക്കെ, സോ നമുക്ക് എന്തായാലും ക്യാച്ച് ചെയ്യാം. സ്മാക്ക് ഡൗൺ നമുക്ക് എഫക്റ്റീവ് അല്ല, പക്ഷെ നമ്മുടെ ലൈഫ് സീനാണ്. അതിന് ലൈഫ് അത്രയും കുറയൊന്നുമില്ല. എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത് കേട്ടോ. അതായത് ഇത് ആക്ച്വലി പോക്കിമോൺ യൂണിറ്റിലുണ്ട്. ഇതിൻ്റെ ഇവല്യൂഷൻ ഫോം ക്രഫ്റ്റിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഫൈനലി പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, കുറേ സമയം പോയിട്ട്, അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്തത്. ഓക്കെ, അതുമാത്രമല്ല ഈ ഗെയിമിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ ഏത് വൈൽഡ് പോക്കിമോണിനെ പിടിച്ചാലും നമ്മുടെ ടീമിലുള്ള പോക്കിമോണിൻ്റെ എക്സ്പീരിയൻസ് പോയിൻറ്റ്സ് കൂടും. ഓക്കെ, അതും കൂടി ഒരു പ്രത്യേകതയാണ്. ഓക്കെ, ഇവന്മാർക്ക് വേറെ ജോലിയില്ലേ ടീം ഫെയറിന്? അവരും ഫോസിൽ അന്വേഷിച്ച് വന്നാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഏതല്ലേ ടൈമിങ് സരീന. ഓക്കെ, എഗെയിൻ നമ്മൾ ടീം അപ്പ് ചെയ്ത് ബാറ്റിൽ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, ബ്ലാക്ക് മെയിൽ ചെയ്താലൊന്നും നടക്കില്ല. അവർ നമ്മളിന്ന് സരീന പറയാണ്, ബ്ലാക്ക് മെയിൽ ചെയ്താലൊന്നും നിങ്ങളുടെ ആഗ്രഹമൊന്നും നടക്കില്ല എന്ന് പറയുന്നു. ഓക്കെ, സോ ലെറ്റ്സ് ബാറ്റിൽ ക്രോഗൺ പിന്നെ സ്ക്രാഫ്റ്റി. ഓക്കെ, ക്രോഗൺ ആക്ച്വലി ഫൈറ്റിംഗ് ടൈപ്പ് ആണെന്നാണ് തോന്നുന്നത്. പോയിസൺ ആൻഡ് ഫൈറ്റിംഗ് ടൈപ്പ്. സോ നമുക്കാണ് ഇവിടെ അഡ്വാൻറ്റേജ്. പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു ഗോസ്റ്റ് ടൈപ്പ് അറ്റാക്ക് ഇല്ലാത്തത്. ഷാഡോക്ലോ ഉണ്ട്. ഷാഡോക്ലോ അവളുടെ പോക്കിമോൺ റിഫ്ലക്റ്റ് യൂസ് ചെയ്തപ്പോൾ നമുക്കും കൂടി ഒരു റിഫ്ലക്റ്റ് അല്ലല്ലോ, ലൈറ്റ് സ്ക്രീൻ. ഓക്കെ, നമുക്കും കൂടി അത് അഡ്വാൻറ്റേജ് ആയി. പക്ഷേ മൈ ഗോഡ്, നമ്മുടെ ഹോണിജ് പോയിട്ടോ, നമ്മുടെ വാട്ടറൊക്കെ പോയി. എന്തൊരു ഫോഴ്സ് ഉണ്ടല്ലേ അവളുടെ പോക്കിമോൺ. നല്ല അടി കിട്ടിയിട്ടോ, കൊള്ളാം. നമുക്ക് എന്തായാലും അക്കേലിസിനെ നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, നമ്മുടെ കയ്യിൽ സൈബീം ഉണ്ട്. സൈബീം സൂപ്പർ എഫക്റ്റീവാണ് ക്രോഗങ്ങിന്. സോ ഒറ്റയടിക്ക് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. സൂപ്പർ എഫക്റ്റീവാണ്. യെസ്, ഓക്കെ, 1 ഡൗൺ. അടുത്തത് സ്ക്രാഫ്റ്റി ഫൈറ്റിംഗ് ടൈപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മൾ അക്കേലീസ് ലെവൽ 23 ആയി. ഓക്കെ, നല്ല കാര്യം. സൈബീം എഫക്റ്റീവ് അല്ലേ? അപ്പോൾ ഇത് ഏത് ടൈപ്പാണ്? അപ്പോൾ
ക്രാഫ്റ്റി ഫൈറ്റിൻ്റെ ഇപ്പം അല്ലെങ്കിൽ ഒമ്മിക്കോൺ അവളുടെ പൊക്കം സാരമില്ല, നമുക്ക് എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, മോക്സി എന്ന് പറഞ്ഞാൽ ഒരു എബിലിറ്റിയാണ്. അതായത് ഒരു പോക്കിമോൺ മറ്റൊരു പോക്കിമോണിനെ ഫെയിൻ്റ് ആക്കി കളയുമ്പോൾ ആ പോക്കിമോണിൻ്റെ അറ്റാക്ക് കൂടും. ഓക്കെ, ഫ്രോഡയർ. ഓക്കെ, അവളുടെ സ്റ്റാർട്ടർ പോക്കിമോൺ ആണെന്ന് തോന്നുന്നു. ഓക്കെ, സൈബിൻ. എന്തുകൊണ്ടാണ് സൈബിൻ വർക്കാവത്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കണ്ടില്ലേ? അപ്പോൾ അത് ഗോസ്റ്റ് ടൈപ്പ് ആയിരിക്കും. അത് ഗോസ്റ്റ് ടൈപ്പ് അല്ലല്ലോ. ഗോസ്റ്റ് ടൈപ്പ് ആണെങ്കിൽ അല്ല, ഗോസ്റ്റ് ടൈപ്പും അല്ല ഫൈറ്റിംഗ് ടൈപ്പും അല്ല. അപ്പോൾ ഏത് ടൈപ്പാണ് അത്? ഓക്കെ, പാരലൈസ്ഡ് ആയി. ഇത് മറ്റേനെ കൺഫ്യൂസ് ആക്കി കളഞ്ഞു. സ്വാഗർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോക്കിമോൺ കൺഫ്യൂസ് ആവും. യെസ്, ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, നമുക്ക് എന്തായാലും ഫ്ലെയിം ചാർജ് യൂസ് ചെയ്ത് നോക്കാം. വേറെ ഒന്നും ചെയ്യാനില്ല, വേറെ വഴിയില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഓക്കെ, അവളുടെ പോക്കിമോൺ ക്വിക്ക് അറ്റാക്ക് യൂസ് ചെയ്തു. നമുക്ക് എന്തായാലും ഫ്ലെയിം ചാർജ് യൂസ് ചെയ്യാം. ആ ഒരു അനിമേഷൻ കണ്ടില്ല നിങ്ങൾ? അതാണ് ഗൈസ് സീൻ എൻ്റെ മോനെ, നമ്മുടെ സ്പീഡ് ഇൻക്രീസായി. ഓക്കെ, അവനും നല്ല രീതിക്ക് കൊടുക്കുന്നുണ്ട് ഡാമേജ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഫ്ലെയിം ചാർജ് യൂസ് ചെയ്ത് നോക്കാം. അടുത്തടിക്ക് നീ തീരും മോനെ സ്ക്രാഗി. യെസ്, കമോൺ. യെസ്, കത്തിച്ച് അങ്ങോട്ട്. യെസ്, അല്ല പിന്നെ ആരോടെ കളി? അത്രേ ഉള്ളൂ. കഴിഞ്ഞില്ലേ? നിങ്ങളുടെ ഇത് കഴിഞ്ഞില്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഫോഴ്സിലല്ല ഒരു പിണ്ണാക്കും കിട്ടില്ല നിങ്ങൾക്ക്. പിന്നെ ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേ? സെരീന. ഓക്കെ, ഓ മറ്റേ റിസർച്ചറിനെ അന്വേഷിക്കാൻ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആക്ച്വലി അതിനാണല്ലോ വന്നത്. ആ ഫോസിൽ ലാബിൽ റിസർച്ചർ അയാളോട് പോയി സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഫോസിലിനെ കുറിച്ച് കൂടുതൽ ഐഡിയ കിട്ടും. പിന്നെ മെഗാവിലേഷനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അതാണെന്നാണ് തോന്നുന്നത്. യെസ്, അയാൾ തന്നെയാണ്. എസ്കേപ്പ് റോപ്പ് കിട്ടി. ഓക്കെ, യെസ്, ഈ സെരീന വന്നു. സെരീന ടീം ഫ്ലെയറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ടീം ഫ്ലെയർ പോക്കിമോൺ ആണെന്ന് ചോദിച്ചു. ശരിയാ. അതായത് അയാൾക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പിടികിട്ടിയില്ല. കാരണം അയാൾ വേറെ ഏതോ ജോലിയിൽ എന്താണ് കോൺസെൻട്രേറ്റ് ആയതുകൊണ്ട് മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, ഓക്കെ, നമ്മൾക്ക് ഏത് ഫോസിലാണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അയാളുടെ കയ്യിൽ 2 ഫോസിലുണ്ട്. നമുക്ക് എന്തായാലും ജോ ഫോസിലെടുക്കാം. അതെന്താ ഏതെങ്കിലും ആയിക്കോട്ടെ, അതല്ല. എൻ്റെ ഏതോ പ്രത്യേകത ഉണ്ട്, അത് മാത്രം എനിക്ക് അറിയാം. ഒരെണ്ണം ജോ ഫോസിൽ, മറ്റേത് സെയിൽ ഫോസിൽ. നമ്മൾ എത്തിക്കുന്നത് ജോ ഫോസിലാണ്. സെരീനയ്ക്കും കൊടുത്തു. ഓക്കെ, യെസ്, നമുക്ക് അടുത്ത പോക്കിമോൺ കിട്ടാൻ സമയമായി ഗൈസ്. അതായത് അയ്യോ, അതെന്താ അങ്ങനെ ചെയ്ത്? ഇയാൾക്ക് വേണമെങ്കിൽ ഫോസിൽ നേരിട്ട് പോക്കിമോണായിട്ട് മാറ്റിയിട്ട് തന്നാൽ പോലെ. നമ്മുടെ കയ്യിൽ കൊടുത്തിട്ട് നമ്മളത് കൊണ്ടുപോയി കൊടുക്കണം. ആക്ച്വലി ഇയാളും അവിടുത്തെ അസിസ്റ്റൻ്റ് അല്ലേ? സാധ്യത എന്തെങ്കിലും ആട്ടെ, അല്ലേ ഗൈസ്? അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലേ? എന്തായാലും ഇയാൾ അവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ്, അവിടുത്തെ റിസർച്ചറാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ് കേട്ടോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ.
ഓക്കെ, സില്ലജിസിറ്റി ജിം ചാലഞ്ച് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അവൾക്ക് അവളുടെ പോക്കിമോൺ ട്രെയിൻ ചെയ്യണം. സോ എന്നാൽ മാത്രമേ എന്താണ് ടീം ഫെയറിനെയും അതേപോലെ എന്താണ് ഇതേപോലുള്ള ആൾക്കാരിനെ അഗേൻസ്റ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും എസ്കേപ്പ് വോയിസ് നമുക്ക് പോവാം. ഓക്കെ, അല്ല ഇത്രയും ദൂരം നമ്മൾ വീണ്ടും പോയി വീണ്ടും സമയം കളയണ്ടല്ലോ. ഓക്കെ ഗൈസ്, നമുക്ക് ആംബർ ടൗണിൽ എത്തിയിട്ട് അവിടെ നിന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ ഗൈസ് നമ്മളങ്ങനെ എത്തി, നമ്മുടെ പോക്കിമോണൊക്കെ ഫുൾ ഹീലപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഫോസിൽ ലെവലിലോട്ട് തന്നെ പോകാം. ആക്ച്വലി ആ ഒരു ഫോസിൽ നമ്മുടെ മറ്റേ നമുക്കൊരു ഫോസിൽ ഇല്ലേ, ജോ ഫോസിൽ, അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അയാൾ പോക്കിമോണായിട്ട് തിരിച്ചരുമെന്ന് തോന്നുന്നുണ്ട്. അതായത് ആ ഫോസിലിനെ പോക്കിമോണായിട്ട് മാറ്റിത്തരും എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്, ഇൻസ്റ്റോൾ ചെയ്തോ. യെസ്, ഏത് പോക്കിമോൺ ആയിരിക്കും അറിയില്ല, എക്സൈറ്റഡ് ആണ്. ഓക്കെ, ഇത്രയും പെട്ടെന്ന് ടൈറന്റ്, അതേതാണ് ടൈറന്റ്? ഈ ജനറേഷനിൽ പോക്കിമോൺ ആയിരിക്കും, സിക്സ്ത് ജൻ ആണല്ലോ ഈ ഒരു. ഓക്കെ, നമുക്ക് എന്തായാലും നെയിം കൊടുക്കാം. ഓക്കെ, ഡൊറാഗോൺ, വെൽക്കം ടു ടീം മൈ പാർട്ട്ണർ ഡൊറാഗോൺ. അതെന്തായാലും പൊളിച്ചു. സോ നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, നമ്മുടെ ടീം അത്രയും വീക്കാണ്. നമുക്ക് ഫ്ലൈൻ ടൈപ്പിന് അഗേൻസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പോക്കിമോൺ വേണം. ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് നല്ലൊരു പോക്കിമോണിനെ കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ ഒരാളുണ്ടായിരുന്നില്ലേ, അതന്നെ. ഓക്കെ, ഓക്കെ, നമുക്ക് നമ്മളോട് താങ്ക്സ് പറയുന്നുണ്ട്. ഓക്കെ, എയ്റോഡാക്റ്റിലൈറ്റ്, ഓ മൈ ഗോഡ്. Okay, I have completely forgotten that we also found that video. Okay. Oh. സോ ആക്ച്വലി എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഈ ഒരു ഗെയിമിൽ നമ്മൾ റോക്ക് സ്മാഷ് സാധാരണ നമ്മൾ ആ ഒരു മൂവി ഉപയോഗിച്ച് നമ്മുടെ വഴിയിലുള്ള ഒബ്സ്റ്റക്കിൾസ് പാതകളൊക്കെ പൊളിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് റോക്ക് സ്മാഷ് സാധാരണ HM മൂവി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഗെയിമിൽ മറ്റൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ റോക്ക് സ്മാഷ് യൂസ് ചെയ്തിട്ട് ആ റോക്ക് പൊളിക്കുമ്പോൾ നമുക്ക് കുറേ ഐറ്റംസ് കിട്ടും. അതേപോലെ അതുമാത്രമല്ല വൈൽഡ് പോക്കിമോണും വരും, ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. ഓക്കെ, സോ ഓൾഡ് ആംബർ, അതായത് എയ്റോഡാക്റ്റിലൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എയ്റോഡാക്റ്റിൽ എന്ന് പറഞ്ഞൊരു പോക്കിമോൺ ഉണ്ട്, ഫ്ലൈൻ ടൈപ്പ് ആണെന്നാണ് തോന്നുന്നത്. സോ ആ ഒരു പോക്കിമോണിൻ്റെ ഫോസിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഓൾഡ് ആംബർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. ഓക്കെ, അതായത് ആ പോക്കിമോണിനെ റീസ്റ്റോർ ചെയ്യണമെങ്കിൽ ഓൾഡ് ആംബർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം വേണം. അത് നമ്മൾ റോക്ക് സ്മാഷ് യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്ലിറ്ററിങ് കേവിൽ അത് കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും അത് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫ്ലൈൻ ടൈപ്പ് പോക്കിമോൺ ആയല്ലോ, അത് ഫ്ലൈൻ ടൈപ്പാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, സോ നമുക്കങ്ങനെ 2 മെഗാവല്യൂഷൻ സ്റ്റോണാണ് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിനായിട്ട്, സെക്കൻഡ് എയ്റോഡാക്റ്റിലൈറ്റ്. സോ ഓൾഡ് ആംബർ എവിടെ കിട്ടുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. മേ ബി ഗ്ലിറ്ററിങ് കേവിൽ ഒന്നുകൂടി തപ്പി നോക്കിയാൽ കിട്ടുമായിരിക്കും ഓൾഡ് ആംബർ. ഓക്കെ, സോ എന്തായാലും അതെന്തായാലും കൊള്ളാം. നമുക്ക് എന്തായാലും പുതിയൊരു പോക്കിമോണിനെ കിട്ടിയിട്ടുണ്ട്, ടൈറന്റ്. സോ ഇത് ആക്ച്വലി ഡ്രാഗൺ ടൈപ്പ് ആൻഡ് റോക്ക് ടൈപ്പാണ്. സോ നല്ല കാര്യം. നമുക്ക് എന്തായാലും അടുത്ത സിറ്റിയിലോട്ട് പോകാം. ഓക്കെ, ഇതാണ് ആംബർട്ട് അക്വാറിയം. സോ ഇതുവഴി പോയാൽ നമുക്ക് സില്ലേജ് സിറ്റിയിലോട്ട് പോകാൻ പറ്റും. അവിടെയാണ് നമ്മുടെ അടുത്ത ജിം, സെക്കൻഡ് ജിം അവിടെയാണ് ഉള്ളത്, സെക്കൻഡ് പോക്കിമോൺ ജിം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓൾഡ് ആംബർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് അറിയാമാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേര്. ഓക്കെ, അല്ലെങ്കിൽ സീനില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം, കുഴപ്പമില്ല. ട്രെയിനർ ബാറ്റിലോ വേണ്ടായിരുന്നു, ഡൗസിങ് മെഷീൻ. ഓക്കെ, ഇത് ആക്ച്വലി നമുക്ക് ഐറ്റംസൊക്കെ എന്താണ് ഐറ്റംസ് ഇല്ലേ, കുറേ ഐറ്റംസ് നമ്മൾ ഇത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
നമുക്ക് സാധാരണ കാണാൻ പറ്റാത്ത സാധനങ്ങൾ, അതായത് ഈ മറ്റേ ഈ കല്ലിൻ്റെ ഇടയിലും പാറകളുടെ ഇടയിലും ബുഷിൻ്റെ ഇടയിലൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട്. അത് നമുക്ക് സാധാരണ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ കാണാൻ പറ്റാത്ത സാധനങ്ങൾ നമ്മൾ ഈ ഒരു ഡോൾസിൻ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ട്രെയിനർ ബാറ്റിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, വെറുതെ സമയം കളയണ്ട. ഓക്കെ, സ്കൈ പാറ്റിൽ വേണ്ട വേണ്ട വേണ്ട. ഓക്കെ, സ്ഥലം എത്തിയെന്നാണ് തോന്നുന്നത്. യെസ്, അങ്ങനെ നമ്മൾ വില്ലേജ് സിറ്റിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. സോ എന്തായാലും നമ്മൾ പോക്കിമോണിലൊക്കെ ഹീൽ ചെയ്യണം. സോ ഗൈസ്, നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഇവിടെ വെച്ച് കണ്ടിന്യൂ ചെയ്യാം. മേ ബി നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ജിം ലീഡറിനെ ചാലഞ്ച് ചെയ്യുകയായിരിക്കും, അറിയില്ല. സോ എന്തായാലും അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.